രാജേഷ് ജി. അദ്ദേഹം വലിയൊരു കലാകാരനാണ്, സംഗീതജ്ഞനാണ്. ഞാൻ സംഗീതത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ആദ്യം അറിയപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾ സമകാലീനമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കാഞ്ഞിരപ്പറ്റ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചവരാണ്. ഏകദേശം അടുത്തടുത്തുള്ള ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഞാനൊക്കെ പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ നാട്ടിലേക്ക് വലിയൊരു ദൗത്യമായിട്ട് എല്ലാവർക്കും ആയുസ്സിന് വേണ്ടിയിട്ട് എപ്പോഴും ഡോറെ മുട്ടാൻ പറ്റുന്നൊരു ഡോക്ടർ ഏത് സമയത്തും. അപ്പോൾ അങ്ങനെ ഒരു ഡോക്ടറെ ഇന്നലെ ഇവിടെ എൻ്റെ ഗുരുനാഥൻ വിളിച്ചു പറഞ്ഞു, ഡോക്ടർ ഇവിടെ വരും, ചിറക്കലമ്പലത്തിൽ വരും, നമ്മുടെ ക്ലാസ്സിൽ വരും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. ഇതിനു മുമ്പ് ഞാനും പുഷ്പം ചേട്ടനും കൂടി കഴിഞ്ഞ ആഴ്ച ഡോക്ടറെ ഇവിടെ കൊണ്ടുവരണമെന്ന്, നമുക്ക് കർക്കിടക മാസത്തിൽ എല്ലാവർക്കും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഇന്നലെ ഇങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ള വീഡിയോ. അതെ, തീർച്ചയായിട്ടും സാറിനെ എല്ലാവരുടെയും പേരിൽ, ചിറക്കലമ്പലത്തിൻ്റെ എല്ലാ കമ്മിറ്റിക്കാരുടെ പേരിലും ഭക്തജനങ്ങളുടെ പേരിലും ഞാൻ പരിചയപ്പെടുത്താനായിട്ട് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഇതെന്താ പറയേണ്ടത് എനിക്കറിയില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ട് അതിൻ്റെ വിജയൻ ചേട്ടൻ, അതായത് വിജയൻ കാമട്ടത്ത്, നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല, അദ്ദേഹം കുട്ടിക്കാലം മുതലേ ഞങ്ങളുടെ അടുപ്പത്തിലുള്ള ഒരു വ്യക്തികളാണ്. എന്നെ തീരെ കുഞ്ഞുകാലം മുതലേ ഒരു സഹോദരതുല്യമായിട്ട് സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വിളിച്ചു വന്നു. വെറുതെ കുറച്ച് നേരം സംസാരിച്ചു. ഞങ്ങൾക്ക് സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ അന്തമൊന്നുമില്ലാത്ത രീതിയിൽ പറഞ്ഞു പോകുന്ന ഒരു കൂട്ടുകെട്ടാണ് ഞങ്ങളുടെ. അപ്പോൾ അതിനിടയിലാണ് പറയുന്നത്, മരിക്കാവുന്നതല്ലേ വർക്ക് ചെയ്യുന്നത്, മരിക്കാവുന്നത് സന്തോഷം ഒരു അല്ല, ജസ്റ്റ് ഒരു ക്ലാസ്സുകൾ കൊണ്ട് നടത്തുന്നുണ്ട്. അത് അറിഞ്ഞില്ലായിരുന്നു. ഇല്ല, ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരില്ല, ഇതുവരെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഒരു സമയം അത് ശരി, ഇപ്പോൾ ഇങ്ങനെ ഒരാളായിരുന്നു. എന്നിട്ട് 1-2 യൂട്യൂബുകൾ അയച്ചു തന്നു. ഞാനത് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം വെച്ചാൽ ഇങ്ങനെ ക്ലാസ്സുകൾ ഇവിടെ നടത്തുന്നോ, എനിക്കൊന്നാണ് ക്ലാസ്സുകൾ എടുക്കാൻ ഇഷ്ടമാണ്. ഇവിടെ ഉള്ളിലുള്ള മനസ്സിലുള്ള നന്മകൾ മറ്റുള്ളവരിലേക്ക് പകരുന്നവരെ കാണാനിട്ടാണ് അത് അങ്ങനെ ഒരു ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പരിമിതി കണ്ടത്, അതനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാമെന്നുള്ള ചിന്തയുള്ള ആളാണ്. അങ്ങനെ ഒരാൾ എൻ്റെ മുന്നിലുണ്ടെന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷിക്കുന്നു. എന്ന് തന്നെയല്ല, പ്രത്യേകിച്ച് എപ്പോഴാണ് സംസാരിച്ചപ്പോൾ എന്തായാലും ഞാൻ 4-ാം തീയതി ക്ലാസ് നടക്കുന്നുണ്ട്, ഞാൻ വരും, ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ഒരാളോട് പറയാതെ, ആരും അറിയാതെ, ഇത് ആരും തമ്മിൽ തമ്മിൽ കാണുന്ന ചിന്തയല്ലേ, ഏഷ്യ പറയുന്നത് നിന്ന് കണ്ട് ആരും കാണാതെ പോവുക, ആ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് എന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഞാനൊന്ന് സംസാരിക്കാനിരിക്കുന്നത് ഞാൻ ഞെട്ടിപ്പോയി. എന്തൊരു യാദൃച്ഛികതയാണെന്ന് സന്തോഷമാണ്. എനിക്ക് ക്ലാസ്സിലെടുക്കാൻ സന്തോഷമുള്ളൂ. പ്രത്യേകിച്ച് കർക്കിടകത്തിൻ്റെ സമയമാണ്. കർക്കിടകത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചതാണ്. കർക്കിടകത്തെക്കുറിച്ച്, കർക്കിടക ആയുർവേദവും എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ എന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അത് കാണാം. ഇനി ഇന്ദിരാചിറക്കലമ്പലം 90കളിൽ ഞാനിവിടെ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. സംഗീത പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഇതേ വിജയൻ ചേട്ടൻ്റെ കുറേ കവിതകൾ അന്ന് ഭക്തിഗാനങ്ങളായിട്ട് ഞാൻ പാടിയിട്ടുണ്ട് ഇവിടെ. അന്ന് പക്ഷെ ഇതൊന്നുമില്ല, അതിനുശേഷം ഒരുപാട് കാലത്തിൻ്റെ ഇവിടെ ഉണ്ടായി. ആ ഒരു ഓർമ്മയും എനിക്കിവിടെ ഉണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞപ്പോൾ 3 കൊല്ലം കഴിഞ്ഞു ഞാനിവിടെ പഠിക്കാൻ വേണ്ടി വന്നിട്ട്. ഞാൻ മിക്കവാറും ട്രാൻസ്ഫറിൻ്റെ ഒരു മൂർധനിൽ നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ട്രാൻസ്ഫർ വരാം. കാരണം ട്രാൻസ്ഫറല്ല, പ്രൊമോഷനാണ്. അങ്ങോട്ട് പോയേ പറ്റുള്ളൂ. ദൂര സ്ഥലത്തേക്ക് ആയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയേ പറ്റുള്ളൂ, നിഷേധിക്കാൻ പറ്റില്ല. എനിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പോകാനിരിക്കുകയാണ് ഞാൻ. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ ഒരു നിമിത്തമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അഥവാ ഞാൻ ഇവിടുന്ന് പോയാലും ശരി, എന്നെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ക്ലാസ്സുകളെടുക്കാനും സംസാരിക്കാനായിട്ട് വീണ്ടും ഞങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ട്. പിന്നെ ഇതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. എന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക, ഇതിന് ചിന്തിച്ചിട്ട് കൂടിയില്ല. ഞാൻ ബാക്കിൽ കേട്ടിട്ട് പോവുക. എന്തായാലും എന്നെ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച സന്തോഷം പ്രത്യേകിച്ച് കാര്യത്തിൽ എന്ന് പറഞ്ഞോട്ടെ.